ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ലെഫ്റ്റും റൈറ്റും നമ്പർ പ്ലേറ്റ് നമ്മൾ അടിച്ചില്ല. അപ്പൊ അത് വേണം. അപ്പം അതല്ലേ എന്ന് പറഞ്ഞേ, സോറി ഗൈസ്, അത് തന്നെ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിപ്പോതാണ്. അപ്പം നമ്മളതൊന്ന് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് കറ്റാണത്ത് നമ്മുടെ ജംഗ്ഷനിൽ നമ്മൾ റൈഡിലോട്ട് പോകുമ്പം ഒരു ഇതുണ്ട്, നമ്പർ പ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന കടയാണ്. അവിടെ പോയിട്ട് നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ വരാം. എന്നിട്ട് അത് കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് A1 പോകണം. A1 നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്കതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അതിൻ്റെ ഡ്രില്ലിംഗ് മെഷീനും പിന്നെ അതിൻ്റെ റിവേറ്റും കാര്യങ്ങളും നമ്മുടെ ഇല്ല. അപ്പം എല്ലാം അവിടെ തന്നെ ചെയ്ത് അവർ വൃത്തിയാക്കി തരും. അപ്പം അതുകൊണ്ട് ഒന്ന് കറക്റ്റായി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളുടെ വണ്ടിയെ പറ്റി ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം. വണ്ടിക്കകത്ത് ജോഷിൽ എന്തൊക്കെ സംഭവങ്ങളാണ് വണ്ടിക്കകത്ത് ചെയ്തത് എന്നുള്ളതൊക്കെ കറക്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് പോയി കട ചെന്നിട്ട് ബാക്കി അത് തന്നെ. ഇൻസ്റ്റാ പേജിനകത്ത് ലൈവ് ഫോളോവേഴ്സ് കൂടി ഗൈസ്. നമ്മളെ വണ്ടിക്ക് ഓട്ടോ എടുത്ത് തുടങ്ങും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മളെന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓട്ടോ കാര്യങ്ങളാണോ തന്നെ എന്നെ മെസ്സേജ് വിളിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മാൽക്കസിൻ്റെ ആ ഇൻസ്റ്റാ പേജിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി. വണ്ടിയുടെ അകത്തെ ഇൻറ്റീരിയൽ വീഡിയോ ഇന്ന് നമ്മൾ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ കണ്ടു നോക്കിയോ. വണ്ടിക്കകത്ത് ഒരു അത്യാവശ്യം ദിവസം സഹായിച്ച് നല്ല വർക്കാണ് വണ്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് വണ്ടി വിളിക്കുക. AC ആണ്, നോൺ AC എല്ലാ ഓട്ടോ നമ്മൾ എടുക്കും. അപ്പം നമ്മൾ ഇന്നൊരു വളരെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയണ്ടേ, അയ്യോ എന്നിട്ട് പറയാൻ പറഞ്ഞായി. എന്തായിരുന്നു പറയാൻ വന്നത്? ലിവ രാവിലെ തന്നെ കുളിച്ച് കറക്റ്റ്. ഞാൻ ഒന്നും മിണ്ടിയില്ലേ, 2 ആഴ്ച കണ്ടേ കുളിച്ചിട്ട്. രാവിലെ ഒരു പട്ടിക്കുട്ടി വന്ന് മേടിച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു പട്ടിക്കുട്ടിയെ മേടിച്ചായിരുന്നു ലിവിയാക്ക്. ഓ, ഒരു പട്ടിക്കുട്ടിനെ മേടിച്ചു. അതിനെ കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ കൊണ്ട് വരാൻ വയ്യാന്നാണ് പറയുന്നത്. കണ്ടോ? അത് തന്നെ. ആ കൂട്ടത്തിൽ ലിവിയും കുളിക്കും. 20 വീഡിയോ വെക്കൊണ്ടാണ് 61 പോകുന്നത്. കണ്ടോ? ഓ, ഓട്ടക്കാരനൊക്കെ ചീത്ത വിളിച്ച് ഓടിച്ച്. ഗൈസ് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മൾ നമ്പർ അടിക്കേണ്ട ഒറ്റ കടയാണിത്. രേവതി. അവിടെ വെജ് ബോർഡ് കിടപ്പുണ്ട്. കട കാണിക്കാൻ പറഞ്ഞിട്ട് രേവതി എന്ന് പറഞ്ഞ കറ്റാണം. ഇത് കറ്റാണം ആശ്രമം കേട്ടോ. പള്ളിയുടെ ആശ്രമത്തിന് നേരെ ഓപ്പോസിറ്റ്. അവിടെ നമ്പർ പ്ലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഗൈസ് അങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റ് 2 അടിച്ച് കിട്ടി. ഇതേ കണ്ടോ, 2 നമ്പർ പ്ലേറ്റും അടിച്ച് കിട്ടി. ഇതിന് നമുക്ക് സൈഡിൽ കൊണ്ട് വെക്കണം വണ്ടിയുടെ. തിരികെ പോട്ടെ അങ്ങോട്ട് പോട്ടെ. ഇത് നമ്മുടെ പള്ളിയിൽ ആശ്രമം കേട്ടോ. ബകരോട്ടെ ആ ഫ്രണ്ട് വണ്ടി ഫ്രണ്ട് നോക്കണം. ഇവിടെ കൊള്ളാം. അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് വെക്കാനായിട്ട് A1 പോവാം. ഇത് രാവിലെ A1 കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്തുവാ പരിപാടി അങ്ങ് സെറ്റാവും. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റേ വണ്ടിക്കകത്ത് വീഡിയോസ് എല്ലാം കറക്റ്റ് കാണിച്ചു തരികയും ചെയ്യാം. സോറി, വീഡിയോസ് എല്ലാം വണ്ടിക്കകത്ത് വർക്കല്ല. ഇതിപ്പോൾ തന്നെ കൊണ്ട് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുക. അപ്പം നമുക്ക് നേരെ A1 പോയിട്ട് വേണോ? ഉദ്ദേശിച്ച നൈറ്റ് സർവീസസ് ആണ് ഉദ്ദേശിച്ചത്. A1 നൈറ്റ് സർവീസ് ആണ് ഉദ്ദേശിച്ചത്. ട്രാവലർ എന്നൊക്കെ പറഞ്ഞു. A1 എന്ന് പറഞ്ഞാൽ മറ്റേ ബോഡി വർക്ക്ഷോപ്പില്ലേ, ഹോസ്റ്റലറിന്റെ. കട്ട് ചെയ്യും. റൈറ്റ്. ആ പറ. കൊണ്ടുവിടുന്നത് എന്തുവാ, അവിടെ ഇട്ടാൽ മതി, ഷെഡ് ഇട്ടാൽ മതി. വീട്ടിൽ ഇറക്കാൻ പറഞ്ഞാണ്ടേ. ഇവിടുന്ന് മൂക്കി പിടിക്കുന്നതിന് പകരം ഇങ്ങനെ വന്ന് മൂക്കി പിടിക്കേണ്ട അവസ്ഥയാണ്. അവിടുന്ന് ഒരു 2 സ്റ്റെപ്പ് വരുന്ന വീടായിരുന്നു. അവിടുന്ന് ഒരു വലത്ത് വെച്ചാണ് ഇവിടെ കൊണ്ട് വഴി കളഞ്ഞിട്ട്. കണ്ടോ, നോക്ക്. നീ 300 മീറ്റർ ഇറക്കണം അങ്ങോട്ട്. ഇതുവരെ വെള്ളം കൊണ്ട് പോട്ടെ. വണ്ടി പോട്ടെ പുറത്തോട്ടെ. പോട്ടെ. വൺമില്. അങ്ങനെ വീട്ടിൽ പോയിട്ട് വരട്ടെ. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്പർ പ്ലേറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ A1 ഓടക്കത്തിൽ കൊണ്ട് വന്നുണ്ട് കേട്ടോ. ഇതേ കിടക്കാം നമ്മുടെ വണ്ടി പണക്കം. ഗൈസ് ബിനോയ് മോനാണ് നമ്പർ പ്ലേറ്റ് വെക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനാണ് അവനൊക്കെ. കണ്ട് ഇവിടെ വെച്ചാൽ മതി. ഇവിടെ ഞാൻ മാസ്ക് ഊരിക്കളാ ആദ്യമേ. നിൻ്റെ മോൻ കാണാൻ വയ്യ. ഇനി ആൾക്കാർ കാണട്ടെ. ഇപ്പോഴാണ് മുഖത്ത് ഐശ്വര്യം വന്നോ. എൻ്റെ ഇവിടെ വെക്കണം. ഇപ്പം വേണ്ട ഇത് കണ്ടോ.
ശരിയല്ലേ? അതിനിപ്പോൾ എന്താ ഇങ്ങനെ വെക്കണം. നീ ഇത് മാറ്റിക്കേ. ഇവിടെ അയ്യോ അവിടെ നിന്ന് മക്കളല്ലേ പൈപ്പ് അവിടെ മക്കളെ. ശേ ഇവിടെ ഇത്രയും തുടച്ച് വൃത്തിയാക്കണം അതിനെ. അവിടെ നിന്ന് മക്കളെ അവിടെ ഞാൻ പറഞ്ഞത് വെച്ചാൽ മതി. അവിടെ വെച്ചാൽ ഈ ഇത് അഴിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം സ്ക്രൂ ചെയ്തേക്കുക. ഞാൻ വെച്ചെടുത്ത് വെച്ചാൽ മതി. അതാ കറക്റ്റ്. ആ അങ്ങനെ ഒരു സൈഡിലെ പ്ലേറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് മോനെ ഗ്യാസ്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വണ്ടിയുണ്ട്, ഷെഡിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് നല്ല കാണിച്ചു തരാം നിങ്ങളെ. അതെ ഈ സൈഡിലാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചേക്കുന്നത്. അതായത് ഇത് കണ്ടോ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ. ഇതിപ്പം വന്നതിൻ്റെ ചെളി കേട്ടോ, മഴയാണ് ഇവിടെ, ഭയങ്കര മഴയാണ് ദിവസം കൊണ്ട്. ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ വെച്ച് അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ഇപ്പുറ സൈഡ് വെച്ച്. ഇത് കണ്ടോ കൈസ് വെള്ളം ചെളി കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ വീല് അലയായിട്ട് ആക്കിയപ്പം തെറിച്ച് കയറുന്നതാണ് ഈ ചെളി കണ്ടോ. പിന്നെ ഫ്രണ്ടിൽ പറയാൻ പറഞ്ഞു ഇവിടുത്തെ മൊത്തം സംഭവം നമ്മൾ ക്ലിയർ ചെയ്ത് കേട്ടോ. കാര്യം എന്താ അറിയാമോ, ഇവിടെ ചിപ്സ് ഇടാനുള്ളത്. ഇതുപോലെ ചിപ്സ് മേടിച്ച് അവിടെ ഫുള്ള് നിരത്താനുള്ളതാണ്. അതുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് സൈഡ് നോക്കി ചെളി തെറിച്ചിരിക്കുന്നുണ്ടോ. ഇത് മൊത്തം ഇവിടുന്ന് വെള്ളം വീണ് തെറിക്കുന്നത്. ഞാൻ ഈ ചിപ്സ് വാരിക്കൊരു ഇട്ടത് ഇവിടെ. അതുപോലെ ഇവിടുത്തെ മരമൊക്കെ വെട്ടി ഇപ്പോൾ കുറച്ച് വെട്ടമായി ഇവിടെ എല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി. പറഞ്ഞു തന്നത് ഇത് കണ്ടോ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ സെറ്റാക്കി കണ്ടോ. പറഞ്ഞാൽ ഇവിടെ വരണം അപ്പുറത്ത്. അതേപോലെ തന്നെ ഞാൻ വണ്ടിയുടെ അകം നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോഷിൽ നമ്മൾ വണ്ടിക്കകത്ത് ചെയ്ത മാറ്റങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ വണ്ടിയിൽ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടിക്ക് ചെയ്ത മാറ്റങ്ങൾ കാണിച്ചു തരാം. മുമ്പിൽ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഉണ്ടോ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലുക്ക് ഇതല്ല. നമ്മളുടെ ബമ്പർ ഫുള്ള് മാറി. ഫസ്റ്റ് കാര്യം നമ്മുടെ ബമ്പർ മൊത്തത്തിൽ മാറി. കണ്ടോ ഈ ഒരു ബമ്പർ കേരളത്തിൽ ഫസ്റ്റ് വണ്ടിക്കാണ് ഈ ബമ്പർ വരുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് നോക്കിയാൽ മതി. കണ്ടോ ഫുള്ള് ബമ്പർ മാറി. അതേപോലെ തന്നെ താഴത്തെ ലിപ്പ് പുതിയ മോഡൽ ലിപ്പ് വെച്ചു. അതേപോലെ മുമ്പോട്ട് വരുമ്പോൾ ഈ ഗ്രില്ല് പുതിയ മോഡലാണ്. ഇതിനകത്ത് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇത് അർബേനയുടെ ഒരു മോഡൽ ഗ്രില്ലാണ് വണ്ടിക്ക് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ സൈഡ് മിററോട്ട് വരുമ്പോൾ മിറർ ഇൻഡിക്കേറ്റർ വന്നു. അതേപോലെ തന്നെ മേലോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മേളിൽ തൊപ്പി വന്നിട്ടുണ്ട്, അതിന് മേളിൽ ടോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത്ര കാര്യം. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഈ കട്ടിങ്സ് കണ്ടോ, ഈ കട്ടിങ്സ് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ട്രാവലറിൻ്റെ ഗ്ലാഡിങ് ഈ സാധനം ഇല്ലാത്തതാണ്. ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചാൽ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ഇരിച്ചത് ചെയ്യിച്ചാണ് ഗ്ലാഡിങ്. അതേപോലെ ഡിസ്ക് നമ്മളിപ്പോൾ കയറ്റി ചെയ്ത് അത് നിങ്ങൾ കണ്ടല്ലോ. ആ ലൈറ്റൊക്കെ ജോഷിന്ന് വെച്ചത് അതൊക്കെ എക്സ്ട്രാ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഫുട്ബോർഡ് ചവിട്ടിക്കാരൻ ഫുട്ബോർഡ് വണ്ടി ഇതൊക്കെ കാണിച്ചു തരാം. അതുപോലെ സൈഡിലത്തെ ക്ലാഡിങ് എല്ലാം ട്രാവലർ സാറിന് വരുന്ന സംഭവം ഇതെല്ലാം നമ്മൾ അവിടെ കയറ്റിയതാണ്. അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിലും ആർച്ചയിലും നമ്മൾ ഗ്ലാഡിങ് അതിനകത്തും ഈ കട്ടിങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ലത്. ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പിനിടെ ഇത് ഞാൻ അപ്പുറത്തുനിന്ന് കറക്റ്റ് ലൈറ്റ് കാണിച്ചു തരാം. ബാക്കിലും തൊപ്പിയുടെ ഇത് ഇവിടെ വരെ വന്നിട്ടുണ്ടല്ലോ കണ്ടോ. പിന്നെ ഇത് സൺഷെയ്ഡ് ഫ്രണ്ട് അറ്റം വരെ ഉണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ താക്കോല് നമ്മുടെ ഡ്രൈവർ സൈഡോട്ട് വരുമ്പം അകത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഡോർ പാടെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡോർ മേളിൽ അന്ന് നിങ്ങളുടെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു പീസ് അവർ ഫുൾ ഈ ഒരു കളറാണ് അടിച്ചു വെച്ചിരുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഈ കളറാക്കി. അതേപോലെ തന്നെ വണ്ടിയുടെ എ സിയുടെ ഫുൾ യൂണിറ്റ് അവരിത് ഈ റൈറ്റ് സൈഡിലായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 മണിക്കൂർ AC വർക്ക് ആയിട്ടുള്ളതുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ AC യുടെ ഫുൾ യൂണിറ്റ് ഇവിടെ ആക്കി. ഇത് വളരെ കട്ട് ഓഫ് സ്വിച്ച് ഒറിജിനൽ കമ്പനി വരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം ആ ഒരു ബ്ലാക്കും ഗോൾഡും കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മേളിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ മീറ്റർ നോക്കി മീറ്ററിൻ്റെ സൈഡിൽ പിന്നെ ഡാഷ്ബോർഡ് ഫുള്ള് അവർ കളർ ചെയ്തിട്ടുണ്ട്. അത് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളത്തെ റെക്സിനോട് മാച്ചാവുന്ന കളറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ മോക്കോടെ. ഇതിപ്പം നിങ്ങൾ ഓണായി കാണിക്കുന്ന നല്ലൊരു വീഡിയോ നിങ്ങളെ വേറെ കാണിച്ചു തരാം. വണ്ടിക്കകത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വീഡിയോ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ലൈറ്റ്, അതേപോലെ ഇവിടെ ലൈറ്റ്, ഇവിടെ ആര് സീനറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്യാമറ, ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ക്യാമറ, അത് വെള്ളിലോട്ടുള്ള ക്യാമറ. അതേപോലെ അവിടുന്ന് അകത്തോട്ടൊരു ക്യാമറ ഉണ്ട്. പിന്നെ ഇവിടെ TV ക്യാബിൻ, ഇതാണ് TV ക്യാബ് നോക്കി കണ്ടോ. ഇവിടെ TV ഇതിപ്പോൾ മിക്സറല്ല വരുന്നത്, നമുക്ക് ജോഷിൻ്റെ തന്നെ ഒരു സംഭവം വരുന്നത് നോക്കി കണ്ടോ. ജോഷിൻ്റെ ഒരു സംഭവം ഇപ്പോൾ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്വിച്ചസ് ഇതെല്ലാം നമ്മുടെ ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സൈഡിൽ നിന്ന് കയറി കാണിക്കാം. ഇത് ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഈ സീറ്റ് നമ്മുടെ കൂടെ സീറ്റല്ലത്, നമ്മുടെ കൂടെ സീറ്റിൻ്റെ ഫ്രെയിമിനകത്ത് തന്നെ അവർ സീറ്റ് മൊത്തം മാറ്റി, ഈ കുഷനെല്ലാം മാറ്റി. ഇതൊരു പുഷ് ബാക്ക് സീറ്റാണ്, അതും മൊത്തം പുഷ് ബാക്ക് സീറ്റാണ്. ഇവിടെ അഡ്രസ്സ് കമ്പനി വരുന്നുണ്ട്, ആ സൈഡിൽ അഡ്രസ്സ് കമ്പനി വരാത്തതാണ്. അതെല്ലാം അപ്പുറം സൈഡിൽ കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയൊക്കെ ഇതിനിടയ്ക്ക് ലൈറ്റുണ്ട്, അങ്ങേറ്റം വരെ ഇതിനിടയിൽ ലൈറ്റുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പം നമ്മുടെ വണ്ടിയുടെ കണ്ടോ ഇവിടെ ഒരു ലാഡർ വെച്ചിട്ടുണ്ട് മേലോട്ട് കയറാനായിട്ട്. പിന്നെ അവിടെ ഒരു ക്യാമറ, അത് റിവേഴ്സ് ക്യാമറ, ലൈവ് റെക്കോർഡിംഗ് ആട്ടോ. വണ്ടി കട്ട് ഓഫ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ലൈവ് റെക്കോർഡിങ്ങാണ്. അതേപോലെ തന്നെ ഇത് സ്റ്റെപ്പിന് വെക്കാനായിട്ടൊരു ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ സ്റ്റെപ്പിന്. അതേപോലെ തന്നെ താഴത്തൊരു ഗ്ലാഡിങ്, ബാക്കിൽ
ബമ്പർ ക്ലാഡിങ്. അതേപോലെ മുമ്പിലോട്ട് വരുമ്പം നമ്മുടെ അകത്തോട്ട് ഇവിടുന്ന് കയറാൻ പറ്റത്തില്ല, ഇവിടെയുള്ള സ്ഥലമുള്ളൂ. ഇത് നമ്മുടെ എഞ്ചിൻ കവറിനകത്ത് റെക്സിൻ അടിച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ കവറിൻ്റെ സൈഡിലത്തെ കണ്ടോ ഒരു ഗോൾഡൻ ബ്ലാക്ക് കോട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്, നമ്മുടെ മൈക്ക്, റിമോട്ട്, ടിവിയുടെ ഒക്കെ അതൊക്കെ സാധനമൊക്കെ ഇതിനകത്താണ്. പിന്നെ ഇവിടെ കുറച്ച് പ്രീമിയം ലുക്കായിട്ടോ വണ്ടി ഫ്രണ്ട് കാണാൻ. ഇപ്പം ഇവിടെ ഇതൊക്കെ ലൈറ്റ് ഉണ്ട്, ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, ഇതെല്ലാം ഇവിടെ ലൈറ്റ് ഉണ്ട്. ജോഷിൻ്റെ അകത്ത് ഇത് മൊത്തം ലൈറ്റും ഇതിനകത്ത് വരും. പിന്നെ അതേപോലെ തന്നെ വരുമ്പം അപ്പർ സൈഡിലോട്ട് വരാം. നമ്മുടെ അപ്പർ സൈഡിലോട്ട് വരുമ്പോൾ ഇതേ ഇത് കണ്ടോ, ഈ സൈഡിലോട്ട് വരുമ്പം ഇവിടെ അതേപോലെ തന്നെ ഡോർപ്പാടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് നമ്മുടെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ടി വിയുടെ ആയാലും നമ്മുടെ CCTVയുടെ ആയാലും എല്ലാം ഇതിലോട്ട് കയറുമ്പോൾ ഇത് നോക്കിയിട്ട് ഫസ്റ്റ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇൻറ്റീരിയൽ. നിങ്ങളാരും കണ്ടോ, മുകളിലെല്ലാം ഫുൾ പിക്സൽ വർക്ക് ചെയ്തേക്കുന്നത്. അത് ഞാൻ കറക്റ്റ് അതോടെ കയറി കാണിക്കാം. നമ്മുടെ സീറ്റ് ഇതുണ്ട്, അഡ്രസ്റ്റാന്ന് പറഞ്ഞത്. ഇവിടെ താത്ത് വെച്ച കാര്യം ഗ്ലാസ്സിനകത്ത് കൊള്ളായിരിക്കും താത്ത് വെച്ചേക്കണ്ടോ. നമ്മുടെ സീറ്റ് മുമ്പോട്ടൊന്ന് മറിക്കട്ടെ. സീറ്റ് മുമ്പോട്ട് മറിച്ചാലേ നമുക്ക് ഒരു ഇത് വരുത്തുള്ളൂ. നമ്മുടെ ചവിട്ടി കയറുന്ന ഫുട്ബോർഡ് കണ്ടോ, ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പീസാക്കി ഇവിടെ ഫുള്ള് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ അഴുക്ക് കാര്യമൊക്കെ ഉണ്ട്, ഇപ്പോൾ ഓടി വന്നതിൻ്റെ ഇത് ഇവിടെ ഇത്. അതേപോലെ നമ്മുടെ വണ്ടിക്കത് മാറ്റി നമ്മൾ ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് കേട്ടോ. അതേപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ബോക്സ് പെയിൻറ്റ് ചെയ്തു. പിന്നെ ഫുൾ കട്ട് ഓഫ് വരുന്നത് ഇവിടെ, ഫുൾ യൂണിറ്റ് കട്ട് ഓഫ് വരുന്നത് ഇവിടെ. ഇത് സ്പീക്കറിൻ്റെ സ്വിച്ച് ആയിട്ടിരിക്കുന്നത്. വണ്ടിക്കകത്ത് 10 സ്പീക്കർ ഇടുന്നുണ്ട് അകത്ത്. ഇതേ അവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ അകത്തെ ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ചുകളാണ്. അകത്തോട്ട് വരുമ്പം ഇതേ ഫുൾ പിക്സൽ വർക്കാണോ. ഫുൾ പിക്സൽ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് വന്ന് നമ്മുടെ ബെർത്തിൻ്റെ അവിടെ വരെ ഈ സാധനം കയറുന്നതാണ് ഫുൾ പിക്സൽ എന്ന് പറഞ്ഞാൽ. ചില വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും കട്ടായിട്ട് വരും. നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ ആരും എടുപ്പ് കിട്ടത്തുള്ളൂ. ഫുൾ എല്ലാം ഓടിയെടുക്കത്തുന്ന ലൈറ്റാണ്. ഇതിനകത്ത് നിയോൺ ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ചെറിയ ഡോട്ട് ലേസർ വരുന്നുണ്ട്, ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്, അങ്ങനെ പല പല ലൈറ്റ് അത് വരുന്നുണ്ട്. അതേപോലെ ബെർത്തിനകത്ത് നോക്ക്, ബെർത്തിൻ്റെ അകത്തോ സെയിം ലൈറ്റാണ് വന്നേക്കുന്നത്. ഇത് ഫുള്ള് കത്തിച്ചുള്ള വീട് നിങ്ങൾ ഉടനെ കാണിക്കാം. സ്പൈഡർമാൻ അതേപോലെ ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടോ ഇവിടെ ഇട്ടാ കഴിച്ചതേ. ഈ വണ്ടി ഓണാക്കി ഇതൊക്കെ ലോഡാക്കി എടുത്തില്ല, നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാത്ത വീഡിയോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്ത. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് രാത്രി കറക്റ്റ് വീഡിയോ കാണിച്ചു തരാം. അതേപോലെ ബാക്കിലോട്ട് വരുമ്പം പഞ്ച് ബോക്സ്, ഇതും ജോഷിൻ്റെ തന്നെ പൈനിയറിൻ്റെ സബ്ബായിരിക്കുന്നത് കേട്ടോ. നമുക്കിത് മാലിക്കസ് എന്നുള്ള പേരും ചെയ്തു. ഇവിടെ കണ്ണും ഇതെല്ലാം ബ്ലിങ്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം ബ്ലിങ്ക് ചെയ്ത് കത്തും. പിന്നെ സീറ്റ് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ എത്തിച്ചൊന്നുമില്ല. ഇവിടെ ഒരു നെയിം ബോർഡ് കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ വരച്ച് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റമ്പയിലെ ഫോട്ടോസ് ഉണ്ടോ, ഇത് നോക്കൂ, തട്ടുമില്ല കാശ്. ഇവിടെ നോക്കി കണ്ടോ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു ചോദിച്ചാൽ ഇതേ കണ്ടോ, മേളിൽ വർക്ക് കണ്ടോ. ഈ സീറ്റെല്ലാം പുഷ് ബാക്ക് സീറ്റ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പം ഇതേ കണ്ടോ, മുട്ട് പോലും ഇടിക്കില്ല കണ്ടോ, മുട്ടിടിക്കത്തില്ല. അതെ ഇവിടെ നോക്കി, ഇവിടെ ഇരുന്നാലും മുട്ടിടിക്കത്തില്ല. ഈ സീറ്റും കൂടി ചരിച്ചാൽ നമുക്ക് മുട്ട തട്ടുമായിരിക്കും. കാര്യം പുഷ് ബാക്ക് സൈഡിന് വെച്ചാലും തട്ടുമായിരിക്കും. അതെ ഈ സീറ്റ് ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ സീറ്റ് ബാക്കോട്ട് വരും. കറക്റ്റ് 24 കറക്റ്റ് വരത്തുള്ളൂ. വെയിറ്റ് ഉണ്ടല്ലോ പുറമോട്ട് പോകത്തുള്ളൂ. കറക്റ്റ് കറങ്ങാൻ കാണിച്ചു തരാം നിങ്ങളതെ. നോക്കി കണ്ടോ, പുഷ് ബാക്ക് സീറ്റ് കണ്ടോ, ചാരി കിടക്കാം. അതെ ഇവിടെ നിൽക്കുമ്പം 3 വന്നുണ്ടോ. അങ്ങനെയാണ് അകത്ത വർക്ക്. പിന്നെ സൈഡിലെല്ലാം ഫ്ലാഷർ വന്നുണ്ട്. ഇതൊക്കെ പ്രൊജക്ടർ ബൾബിൻ്റെ ഫ്ലാഷർ വന്നേക്കുന്നുണ്ടോ. ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റാണ്. 1 2 3 6 സ്പീക്കറിൻ്റെ മേളിൽ താഴെ 4 സ്പീക്കർ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നതിനകത്ത വർക്ക്. നോക്കി നിങ്ങൾ കണ്ടോ, ഇവിടുന്ന് ക്യാബിലോട്ട് നോക്കുമ്പോൾ മേളിൽ LED TV നോക്കൂ, 32 ഇഞ്ച്. സൈഡിലെല്ലാം ബോക്സ് ഉണ്ട്, സാധനങ്ങൾ ഇട്ടൊക്കെയുള്ള. അത് നമ്മൾ കാണിച്ചിട്ട് അകത്തെ വർക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു മാലക്കസ് എന്നുള്ള പേര് വന്നിട്ടുണ്ട്. TV ഓണാക്കി കാണിക്കാൻ എല്ലാം ആഗ്രഹമുണ്ട്. വണ്ടി ഓഫാക്കിയിട്ടൊക്കെ ഞാൻ കട്ട് ഓഫൊക്കെ ഓൺ ചെയ്യണം. വൈകുന്നേരത്തേക്ക് കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ അകത്ത് ഫുള്ള് മാറ്റിട്ടു. നമ്മളിട്ട ഇതൊക്കെ ജോഷി ചെയ്ത കേട്ടോ, ഫ്ലോർ മാറ്റി മൊത്തത്തിൽ. പിന്നെ സൈഡ് ഫുള്ള് കട്ടണാക്കി, ബാക്കിലും കട്ടൺ ഇട്ടു. പിന്നെ ഇതൊക്കെ അകത്ത് ഫുൾ റെക്സിനില്ല, ഫുൾ റെക്സിൻ ചെയ്തേക്കുന്നത് മൊത്തം. അതിൻ്റെയൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് ഗ്ലാസ്, ഈ ഗ്ലാസ് നിങ്ങൾക്കെല്ലാം കണ്ടറൊക്കെ അറിയാം. ഈ ഒരു ഗ്ലാസ് നമ്മൾ എമർജൻസി ഫിക്സ്ഡ് ഗ്ലാസ് ആയിരുന്നു, ഫുൾ ഗ്ലാസ് ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ ഗ്ലാസ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുന്ന ഗ്ലാസ്സാക്കി. നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു കമ്പി, അത് നമ്മൾ എമർജൻസി എക്സിറ്റിന് വേണ്ടി എടുത്ത് മാറ്റിയതാണ്. കമ്പി വെക്കാണ്ട് അത് ലുക്കുണ്ട് കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു ട്രാവലർ എന്നുള്ളത്, അത് നമ്മളെടുത്ത് മാറ്റി. അത് നമ്മൾ ഇതായി കളഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ ചെയ്തേക്കുന്നത്. പിന്നെയും കറക്റ്റ് ഞാൻ പറയാം, പിന്നെയും വണ്ടി അവിടെ താമസിച്ചതിൻ്റെ പറഞ്ഞ ഈ ഒരു ബമ്പറിൻ്റെ കേസിലാണ്. നിങ്ങൾ നോക്കിയോ, വേറെ ഈ ഒരു വണ്ടിക്ക് ഈ ബമ്പറില്ല, മൊത്തം വണ്ടിക്ക്
എവിടെ വേണമെന്ന് നോക്കിയോ, ഈ വണ്ടിക്ക് സംഭവമുള്ളൂ. കണ്ടോ പക്ഷേ ലൈനിലൊക്കെ ഓടി നമുക്ക് കാണാൻ ഭയങ്കര ലുക്കാണ്. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ, നേരിൽ കാണാനുള്ള ലുക്ക് നമുക്ക് മനസ്സിലാകുള്ളൂ വണ്ടിയുടെ. ആ ഡോറ് നടക്കട്ടെ. കണ്ടോ അകത്ത് വർക്കുകളെല്ലാം ഓണായി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ, അകത്ത് വർക്കൊക്കെ. പിന്നെ സൈഡിൽ 2 ബൗൺസിങ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഫുൾ ലൈറ്റ് വണ്ടിക്ക് യു ലൈറ്റ് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ആ ഫ്രണ്ടിൽ, അതായത് ഫ്രണ്ടിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ, ഇത്ര മാത്രം ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഇവിടെ യു ലൈറ്റ് പറ്റില്ല. അതിന് വരെ 4 ലൈറ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ മാറ്റും. ഇതെല്ലാം മാറ്റിയിട്ടേ കാര്യമുള്ളൂ. കണ്ടോ പിന്നെ നമ്മുടെ വണ്ടിക്ക് ഔട്ടൊന്നും കൊടുത്തിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇപ്പോൾ വോക്കലിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ വോക്കലിനകത്ത് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പിടിച്ചതിന് അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. കൊട്ടേഷനകത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സാധനം കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ള അവരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് മൊത്തം പേർക്കും നമ്മുടെ വണ്ടിയുടെ ജോഷി പണിതേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്ത സംഭവങ്ങൾ ഇതൊക്കെ. ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്തതാണ്. അതേപോലെ തന്നെ ഫുള്ളിപ്പ് ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്തത്, വണ്ടി ഇറങ്ങുന്നതിന് അന്ന് വേണ്ടി ചെയ്തതാണ്. പിന്നെ അകത്ത് ഫോർഡ് ലേസർ വണ്ടിക്ക് കൊടുത്തിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫോർഡ് ലേസർ കൊടുക്കാനുള്ള സ്ഥലമില്ല. കാര്യം പിക്സൽ മണ്ടക്കൂടി ഇങ്ങനെ പോയിക്കുന്നതിൻ്റെ അപ്പുറത്ത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ വയറിങ് മേളത്തെ പിക്സലിൻ്റെ വയറും കാര്യങ്ങളൊക്കെ മേളിൽ പോകുന്നുണ്ട്. അത് ഡാമേജ് ആയിരുന്നു. പിന്നെ ഈ മാൽക്കസിന് ഇവിടെ അവിടെ ഒരു മാൽക്കസ് ഉണ്ടോ, അത് ഇളക്കിയിട്ട് അവിടുന്ന് ബാക്കോട്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനടുത്ത് സർവീസിൽ ചെല്ലുമ്പം ജോഷി ചെല്ലുമ്പോൾ ചെയ്തായിരുന്നു അവർ പറഞ്ഞത്. കാര്യം ഒരു 10 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ, ബസ് ഒരു 10,000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വണ്ടിയുടെ ഒരു ചെല്ലാൻ പറഞ്ഞു. കാര്യം ഇതൊക്കെ ലൂസാവും. പിന്നെ പെയിൻറ്റ് കുറച്ചാൾ വെയിലടിക്കുമ്പോൾ പുതിയ ഫൈബറാണ്, അതിൻ്റെ ചെറിയ പോരായ്മകൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് ദിവസം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ തിരക്കായിപ്പോണ്ട് കാണിക്കാൻ. അതേപോലെ തന്നെ അകത്തെ മൊത്തത്തിലുള്ള വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇതിനകത്തിടാം, ഇനി യൂട്യൂബിലിടാം. അതേപോലെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ കോപ്പറേറ്റ് കിട്ടാത്തൊരു പാട്ടിലിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലോഡാക്കി നിർത്താൻ പാടാം. അതുകൊണ്ടാണ് നമ്മളെ ഒതുക്കിയിട്ടു. നാളത്തെ വീഡിയോക്ക് നിങ്ങളെ കറക്റ്റ് എല്ലാ കാര്യം കാണിച്ചു തരാം. അപ്പം നാളെ നമ്മുടെ പുതിയൊരു വീഡിയോ നാളെ കാണാം. അവർക്ക് ബൈ.